ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അമയ എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് അമയ, യഥാർത്ഥ പേരല്ല. എനിക്ക് 28 വയസ്സുണ്ട്. 4 വർഷത്തിന് മുമ്പാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. ഹസ്ബൻഡിന് സ്വന്തമായി ഒരു കമ്പനിയുണ്ട്, നല്ല വരുമാനമുണ്ട്, കണ്ടാലും സുന്ദരനാണ്. എൻ്റെ വീട്ടുകാർക്ക് എന്തുകൊണ്ടും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ കല്യാണം നടന്നത്. എനിക്കിഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടു. നല്ല ഉയരമുള്ള, ജിമ്മിലൊക്കെ പോകുന്ന നല്ല സൗന്ദര്യമുള്ള ഒരാളെയായിരുന്നു ഞാനും മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഒരു പുരുഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും പണത്തിൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ ഓർത്തത്. എനിക്ക് പറ്റിയ ആളായിരിക്കുമെന്ന് വിചാരിച്ച് ഞാനും പെട്ടെന്ന് തന്നെ കല്യാണത്തിന് സമ്മതിച്ചു. അങ്ങനെ 2-3 മാസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ കല്യാണം നടക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് ഹസ്ബൻഡ് എപ്പോഴും എന്നോട് മറ്റ് കിന്നാരങ്ങൾ പറയാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് മതിയെന്ന്. അതൊക്കെ അദ്ദേഹത്തിന് ഇത്തിരി ദേഷ്യമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. എനിക്കാണെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞ ശീലമില്ല. അദ്ദേഹത്തെ പല കാര്യങ്ങൾക്കും കിന്നാരം പറഞ്ഞ് സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ അത്തരം ചാറ്റുകളിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മുളയിലെ നുള്ളിയത്. പക്ഷേ വിവാഹം കഴിഞ്ഞ് ആ വീട്ടിൽ ആദ്യ ദിവസം ചെന്നപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഭർത്താവിന് അനിയന്ത്രിതമായുള്ള ചില വികാരങ്ങളാണ്. ഒട്ടും നിയന്ത്രിക്കാൻ പറ്റില്ല. 24 മണിക്കൂറും അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഉള്ളൂ ചിന്ത. ആദ്യ ദിവസം എൻ്റെ ക്ഷീണമൊന്നും വകവച്ചില്ല. ഞാൻ ലോകം ഒട്ടും അറിയാത്തവളാണ്. അതും അദ്ദേഹത്തിന് അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എൻ്റെ സമ്മതം ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല മാഡം. പെട്ടെന്ന് തന്നെയായിരുന്നു. എനിക്കാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒത്തിരി പ്രയാസമായിരുന്നു. കുറച്ച് റൊമാൻസാണ് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷേ വന്യമായ കാര്യങ്ങളാണ് എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. അന്നത്തെ ദിവസം തന്നെ 3 വട്ടം സൂര്യനെ ചുറ്റി വന്ന ഭൂമിയുടെ അവസ്ഥയായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കാൻ എനിക്കൊട്ടും വയ്യായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചാലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ രാവിലെ ആ വീട്ടിൽ എഴുന്നേറ്റത്. രാത്രി എൻ്റെ ഹസ്ബൻഡിനോട് ഒന്നും ഹൃദയം തുറന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് ഇതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നുള്ള കാര്യവും പറയാൻ പറ്റിയില്ല. അതിനു മുമ്പേ എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ്. ഇറങ്ങി ഓടിപ്പോകാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. എന്തൊരവസ്ഥയാണ്! ഇങ്ങനെയാണോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലെന്ന് എനിക്കറിയില്ല. എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയാണെങ്കിൽ സ്ത്രീകളുടെ ഗതി എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഓർത്തു. വല്ലാത്തൊരു കുരുക്കിലാണ് ഞാൻ അകപ്പെട്ടിരിക്കുന്നത്. ആരുടെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പിന്നെ കാണാനാണോ അവൻ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആകെ മൊത്തം കൺഫ്യൂഷനായൊരവസ്ഥ. ശരിക്കും ഞാൻ വൈകുന്നേരമായപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, ഇന്ന് ഈ പറഞ്ഞതുപോലെ ഇന്നലത്തെ കാര്യങ്ങൾ ആവർത്തിക്കരുതേ, എനിക്ക് ഭയങ്കര വിഷമമാണെന്ന്. പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിന്നെ കാണാനല്ലോ കല്യാണം കഴിച്ചത്, ഇതാണ് ജീവിതം, നിനക്കൊന്നും അറിയില്ലായിരുന്നു? ഇത്രയും കാലമായിട്ട് നീ എന്തെടുക്കായിരുന്നു? നീ മൊബൈലൊന്നും യൂസ് ചെയ്യുന്നില്ലേ? ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയില്ലേ? കോളേജിൽ പഠിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ഇതാണോ പഠിപ്പിക്കുന്നത്? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്താ നിങ്ങൾക്ക് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്റ്റൈല് ഇതാണ്, അത് സഹിക്കാവുന്ന ഒരാളാണ് എൻ്റെ ഭാര്യയായി വരേണ്ടത്. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാം, വീട്ടുകാരോട് പറഞ്ഞോളൂ എന്ന് അദ്ദേഹം കടുപ്പിച്ച് പറഞ്ഞു. പക്ഷേ പകൽ സമയത്തൊക്കെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നല്ല സ്നേഹപ്രകടനമാണ്. അടുത്ത് ചെല്ലുമ്പോഴാണ് ഇത്തരം പ്രവൃത്തികൾ. ഒരിക്കലും നിയന്ത്രിക്കാനാവാത്ത, നിർത്താനാവാത്ത എന്തോ ഒന്നുള്ളിൽ ഉള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. ഫയർ പോലെ അത് ജ്വലിക്കുകയാണ്. ആരോട് പറയണം? എൻ്റെ അമ്മയോട് ഞാൻ സൂചിപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്പം അമ്മ പറഞ്ഞു, അതൊരു ഭാഗ്യമായിട്ട് കരുതൂ. ഇവിടെയാണെങ്കിൽ എൻ്റെ ഭർത്താവ്, അതായത് നിൻ്റെ അച്ഛൻ, അങ്ങേർക്കൊന്നും ഇത്തരം കാര്യങ്ങളോട് യാതൊരു താല്പര്യമില്ലായിരുന്നു. ഒരു സ്ത്രീക്ക് ഭർത്താവ് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഭാഗ്യമായിട്ട് കരുതണം. ആദ്യമൊക്കെ ഒരു പുതിയ കാര്യം അറിയുന്നതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകും. പോകെ പോകെ അതൊക്കെ ശരിയാകും മോളെ. ഈ കാരണം പറഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം അറിയാമല്ലോ, അത് വലിയ പ്രശ്നമാകും. ഇനി അവൻ ഒട്ടും കൊള്ളരുതാത്തവനാണെങ്കിൽ നീ ഒരു ജോലി കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് നീ തന്നെ പോയി എവിടെയെങ്കിലും താമസിക്കുക. അതായിരിക്കും നല്ലത്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അച്ഛൻ നിന്നെ സ്വീകരിക്കാൻ തോന്നില്ല. അതുകൊണ്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് അമ്മ, ഒരാധുനിക അമ്മ ചമഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാണ്? പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു. പകൽ മാത്രമാണ് ഒരു റെസ്റ്റ്. പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാനിപ്പം എത്ര കിടന്ന് ചാടിയെന്ന് പറഞ്ഞാലും ഇപ്പം വീട്ടിലേക്ക് ചെല്ലാൻ സമ്മതിക്കില്ല. എനിക്കൊട്ട് ജോലിയുമില്ല. അപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അതിൽ കുഴപ്പമില്ല. പക്ഷേ ബാക്കി കാര്യത്തിലൊരു പ്രശ്നവുമില്ല. പണമുണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും അതെല്ലാം സാധിച്ചു തരും. പക്ഷേ ഈ കാര്യം മാത്രം, അത് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും. പിന്നെ എപ്പോഴവസാനിക്കാമെന്ന് ദൈവത്തിനെ അറിയൂ.
6 മാസമായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഡേറ്റ് തെറ്റി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോൾ അതിന് സമ്മതിച്ചില്ല. കാരണം ആ സമയത്ത് മറ്റു വഴികളിൽ എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. കാര്യം ഞാൻ മാത്രമുള്ള രാശ്രമെന്നും കല്യാണം കഴിഞ്ഞു, കുട്ടിയുണ്ടായി എന്നൊന്നും പറഞ്ഞ് ഒന്നും നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും അങ്ങേർ പറഞ്ഞ കാര്യങ്ങളിലേക്കെല്ലാം ഇടപെടേണ്ടി വന്നു. കുറച്ചായി കഴിഞ്ഞപ്പോൾ അമ്മയോട് ഞാൻ വിശദമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിന്നെ വീട്ടിലേക്ക് ഇങ്ങ് കൊണ്ടുവരാവുന്ന. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്ക് റെസ്റ്റ് കിട്ടിയത്. പക്ഷേ അപ്പോഴും എന്നോട് പറഞ്ഞു, ഞാൻ രാത്രി വിളിക്കുമ്പം 2-3 മണിക്കൂർ നീ മറ്റു വർത്തമാനങ്ങൾ എന്നോട് പറയണം. എൻ്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ ഫോണിൽ കൂടെ പറഞ്ഞ് റെഡിയാക്കണം, അല്ലെങ്കിൽ വീഡിയോ കോൾ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. മാഡം, ഭർത്താവല്ലേ, നിലനിർത്തിക്കൊണ്ട് പോകണം. അതുകൊണ്ട് ഞാൻ അതിനെ സമ്മതിച്ചു. പിന്നീട് കുട്ടിയുണ്ടായ ശേഷം കുറച്ചൊക്കെ റെസ്റ്റായിരുന്നു. ആ സമയത്ത് പലപ്പോഴും കുട്ടിയെ കാണാൻ വരും. എല്ലാവരുടെ മുന്നിൽ നല്ലവനായി അഭിനയിക്കും. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കും. എനിക്കാണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ പേടിയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നായിരുന്നു എനിക്ക് ഒരു പേടി. 90 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ ദിവസം പോലെ തന്നെ ചാടി വീഴുകയായിരുന്നു. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലെ ബുദ്ധിമുട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ആദ്യകാല ബുദ്ധിമുട്ടുകൾ പോലെ ഇപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുകൾ തോന്നുന്നില്ല. അതേപോലെ എനിക്ക് യാതൊരു ഫീലിങ്സുമില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളൊരു മട്ടിലേക്ക് എൻ്റെ ശരീരവും മനസ്സും മാറിക്കഴിഞ്ഞുവെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീടുള്ള ദിവസങ്ങളിൽ അത് മാനേജ് ചെയ്യാൻ ഞാൻ പഠിച്ചു. എന്തെങ്കിലും ആകട്ടെ, ഒരു കോണിൽ കൂടി വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് യാന്ത്രികമായി എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് കുട്ടി വളർന്നു വരികയല്ലേ, അതിൻ്റേതായ തിരക്കുകളും ഡിസ്റ്റർബൻസുകളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനും കുറച്ചൊക്കെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടി. പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോൾ കുട്ടി വളരെ ആക്റ്റീവായല്ലോ. അപ്പം പുള്ളിയുടെ വിക്രയങ്ങളൊന്നും നടക്കാതായി. അതോടുകൂടി എന്നോടാണ് ദേഷ്യം. കുട്ടിയോട് സ്നേഹമാണെങ്കിലും എന്നോട് ദേഷ്യപ്പെടും. ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകില്ല. ഞാൻ പറഞ്ഞു, എന്താ, ഡൈവോഴ്സ് വേണമെന്ന്? ഡൈവോഴ്സ് അല്ല, ഞാൻ പറഞ്ഞത് നിന്നെ ഞാൻ ഫ്രീ ആക്കുകയാണ്. എനിക്ക് വേറൊരു സെറ്റപ്പ് വേണം, അത് നീ അനുവദിച്ചു തരണം. എന്ത് സെറ്റപ്പ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ വേറൊരു പെണ്ണിനെ കണ്ടെത്തും, എന്നിട്ട് കല്യാണമൊന്നും കഴിച്ചില്ലെങ്കിലും ലിവിങ് ടുഗദറായിട്ട് വേറൊരു സ്ഥലത്ത് അവർക്ക് വീടൊക്കെ എടുത്തു കൊടുത്ത് ഒരു കുടുംബം പോലെ തന്നെ താമസിക്കാൻ പോവുകയാണ്. അല്ലാതെ പറ്റില്ല. ആ ബന്ധത്തിൽ കുട്ടികളൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഇനി നിന്നെപ്പോലെ മൈൻഡ് സെറ്റപ്പുള്ള ഒരു പെണ്ണിനെ ഞാൻ ഒരിക്കലും കൂടെ കൂട്ടില്ല. 24 മണിക്കൂറും സന്നദ്ധയായിരിക്കുന്ന ഒരു സ്ത്രീയെ മാത്രമേ ഞാൻ കണ്ടെത്തുകയുള്ളൂ. അങ്ങനെയുള്ള സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ നിർദ്ദേശങ്ങളനുസരിച്ച് എന്നും കൂടെ വന്ന് നിൽക്കാൻ? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അതിന് എന്നും കൂടെ നിൽക്കുന്ന ഒരാൾ വേണമെന്ന് ആര് പറഞ്ഞു? എനിക്ക് സമയാസമയം മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതായിരിക്കും നല്ലത്, നിങ്ങൾ കണ്ടെത്തിക്കോ. എന്തിനാണ് എൻ്റെ അനുവാദം ചോദിച്ചത്? ഇനിയിപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടുകാരോട് പറഞ്ഞിട്ട് വേറെ എവിടേക്കെങ്കിലും താമസമാക്കുന്നതാണ് നല്ലത്. ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, വല്ലപ്പോഴും ഞാൻ ഇനി വരികയുള്ളൂ, നിനക്ക് ഒരു കുറവുണ്ടാകില്ലെന്ന് പറഞ്ഞു. ഞാൻ കാലിൽ തൊട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഞാനും ആഗ്രഹിച്ചത്. ഞാൻ ഏതെങ്കിലും മൂലയ്ക്ക് കഴിഞ്ഞോളാം, എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. കുട്ടിയുണ്ടല്ലോ, നിങ്ങൾ ആഴ്ചയിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ 1 മാസത്തിലൊരിക്കലോ ഇങ്ങോട്ട് വന്നാൽ മതി. ബാക്കി നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ഈ ചുറ്റിക്കളികളൊക്കെ നിങ്ങളുടെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാകും. കാര്യം അഭിമാനവും സദാചാരവും പുലർത്തിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ എല്ലാ ഇമേജും പോകും. അതുകൊണ്ട് അവരറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തരുത്, നിങ്ങൾ തന്നെ അത് മാനേജ് ചെയ്തോണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അതൊക്കെ ഞാൻ അറിയാതെ നോക്കിക്കോളാം, ഇവിടെ അല്ല, അടുത്ത സിറ്റിയിലാണ് ഞാൻ ഫ്ലാറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു മാഡം. വേറെ ഒരു ഗതിയും എനിക്കില്ലായിരുന്നു. ഭർത്താവിനെ സാധാരണ വിട്ടുകൊടുക്കാൻ പെണ്ണുങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആശ്വാസമായിരുന്നു. എന്താണെന്ന് അറിയില്ല, ഇനി ഭർത്താവിനാണോ കുഴപ്പം എനിക്കാണോ കുഴപ്പമെന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. വിവാഹിതയായ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പങ്കുവച്ചപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയുള്ളൊരു ഭർത്താവ് ഭാഗ്യമാണ്. എൻ്റെ ഭർത്താവൊക്കെ ഇപ്പോൾ 1.5 വർഷമായപ്പോഴേ ഇനാക്റ്റീവാണ്. ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കരുത്. നിന്റെ ഹസ്ബൻഡിനെ ഞാൻ ദത്തെടുക്കട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞ് അവൾ ആ കാര്യങ്ങൾ നിസ്സാരമായി ഒഴിച്ചുവിട്ടു. അത് കഴിഞ്ഞതിൽ പിന്നെ ആരോട് പറഞ്ഞിട്ടും ഒരു പ്രയോജനമില്ല. എന്നാലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എനിക്കാണോ പ്രശ്നം?
എന്തായാലും മറ്റൊരിടത്ത് കമ്പനിയുടെ ബ്രാഞ്ച് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടു. 2 ആഴ്ച കൂടിയിരിക്കുമ്പോഴോ ആഴ്ചയിലോ മറ്റോ വരും. മറ്റ് ഒരു കാര്യങ്ങൾക്ക് എൻ്റെ കൂടെ വരില്ല. പണമൊക്കെ ഇഷ്ടംപോലെ തരും. ഞാൻ പിന്നെ വിചാരിച്ചു, എന്തായാലും വിവാഹബന്ധം ഒഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. കിട്ടുന്ന പണം കൊണ്ട് കുട്ടിയുടെ കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കി ഈ വീട്ടിൽ ഒന്നും അറിയാത്ത പോലെ ജീവിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാനും കരുതി. കാര്യം എനിക്ക് മറ്റു പുരുഷന്മാരോട് ഒരു താല്പര്യമില്ല. ഇനിയൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ മെച്ചമാകുമെന്ന് ആര് കണ്ടു? വേണ്ട, ഒന്നും വേണ്ടാന്ന് വിചാരിച്ച് ഉള്ള പണം കൊണ്ട് ഞാൻ ഷോപ്പിംഗ് ഒക്കെ നടത്തി വളരെ തൃപ്തികരമായി ജീവിച്ചു പോരുകയായിരുന്നു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് എന്നോട് യാതൊരു താല്പര്യവും പ്രകടിപ്പിച്ചിട്ടില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ച് സ്നേഹമായി പെരുമാറും, അത്ര മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഏത് വഴിക്ക് ആരൊക്കെ വന്നു എവിടേക്ക് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ അങ്ങേരുടെ കഥകളൊന്നും ചോദിക്കാനും പോയില്ല. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ജീവിതത്തിലേക്കോ വേറൊരു ലോകത്തേക്കോ പോയ പോലെ തോന്നി. പക്ഷേ 8 മാസത്തിന് മുമ്പ് എൻ്റെ ഭർത്താവിൻ്റെ അമ്മാവൻ എൻ്റെ ഭർത്താവിനെ ഒരു സ്ത്രീയുമായിട്ട് കാണുകയും പിന്തുടർന്നു എന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ സ്ത്രീയുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്നതും കണ്ടു. അത് ഈ വീടിന് ഒത്തിരി ദൂരമൊന്നുമല്ല, കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിലാണ്. ആ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ഭർത്താവിനോട് അദ്ദേഹം വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി. അമ്മായിച്ചനും അമ്മായിയമ്മയും ഒക്കെ അറിഞ്ഞു. ഇവിടെയാണെങ്കിൽ അതൊക്കെ വലിയ പ്രശ്നമാണ്. ഭർത്താവിന് ഇത്തരം ദൗർബല്യങ്ങളുണ്ടെന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം തറവാട്ട് മഹിമയുടെ അങ്ങേയറ്റം തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് ഇവിടെയുള്ളവർ. അപ്പോൾ പിന്നെ പറയണോ? എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയായി. ഭർത്താവ് കുറ്റക്കാരനെ പോലെ നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് ഹസ്ബൻഡ് ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടി, ഈ ഒരു കാര്യത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണം. ഞാനെങ്ങനെ രക്ഷിക്കാനാണ്? ഞാനല്ലേ വന്ന് കണ്ടുപിടിച്ചത്, ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അതല്ല, നീ പറയണം. നിനക്ക് അറിയാവുന്നൊരു സ്ത്രീയാണ് അവർ. അവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. നിൻ്റെയും ഫ്രണ്ടാണ് അവൾ. നിന്നോട് പറഞ്ഞിട്ടാണ് അവരെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സഹായിക്കാൻ പോകുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയെ പോലെയാണ്. അവരുടെ വീട്ടിൽ പോയതിന് ഇത്രയും സംശയിക്കേണ്ട കാര്യമില്ല. എന്നോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. എൻ്റെ ഭർത്താവിനെ എനിക്ക് യാതൊരു സംശയവുമില്ല. അവർ തമ്മിൽ അങ്ങനൊരു ബന്ധവുമില്ലെന്ന് നീ പറയണമെന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആ സ്ത്രീ ആരാണെന്ന് എനിക്കറിയില്ല, എവിടാണെന്ന് അറിയില്ല. അവരെൻ്റെ കൂട്ടുകാരിയാണെന്നും എനിക്ക് നിങ്ങളുടെ ചുറ്റിക്കളികൾ അറിയാമെന്നും ഞാനെങ്ങനെ പറയുന്നത്? എടി പ്ലീസ്, നീ അവർ ചോദിക്കുമ്പോൾ പറയണം. ചേടാ, ഇതെന്തൊരു കൂത്താണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ പിടിക്കപ്പെടാതെ ചെയ്യണമെന്ന് ആദ്യമേ വാണിംഗ് തന്നാണ്. എന്നിട്ട് നിങ്ങൾ മറ്റൊരു നഗരത്തിൽ പോയി കമ്പനി സ്ഥാപിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഈ നഗരത്തിൽ ഇത്രയടുത്ത് എന്ത് വൃത്തികേടാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വേണ്ടി ഇടതടവില്ലാതെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെ അദ്ദേഹം നോക്കുകയായിരുന്നു. പക്ഷേ പലരെയും മാറി മാറി കണ്ടു കഴിഞ്ഞിട്ടും പുള്ളിക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റിനെ പറ്റിയൊരു പങ്കാളിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്തോ പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെയൊരു സ്ത്രീ വന്നത്. അവരുടെ പേര് രഞ്ജിത. അവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഇഷ്ടമാണ്. പണ്ട് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതാണ്. പക്ഷേ ഭർത്താവ് 1 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു. അത് കഴിഞ്ഞതിൽ പിന്നെ വീട്ടുകാരോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഒന്നും സ്വീകരിക്കാത്തത് കൊണ്ട് ചെറിയ ചെറിയ ജോലികൾക്കിറങ്ങി അവർ പിന്നീട് ഇങ്ങനെ വലിയൊരു വ്യാപ്തിയിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഭർത്താവിൻ്റെ പോസ്റ്റ് കണ്ടപ്പോൾ അവർ വിചാരിച്ചു, ഇതുവരെ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടുകയായിരുന്നു. ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും കഴിയാം. അതിനുവേണ്ട വീടും സൗകര്യങ്ങളും പണവും എല്ലാം കൊടുക്കുമെന്ന് ഭർത്താവിൻ്റെ പോസ്റ്റിലുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ പോയി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടമായി. 2 പേരും ആദ്യത്തെ ഒരു സ്റ്റഡി ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഭർത്താവിന് മനസ്സിലായി ഭർത്താവിൻ്റെ അതേ ഇഷ്ടമുള്ള സ്ത്രീയാണ് അതെന്ന്. അങ്ങനെയാണ് അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം കൊടുത്ത് ഈ അടുത്ത സ്ഥലത്ത് തന്നെ അവരെ താമസിപ്പിച്ചത്. അതിന് കാരണം ഇപ്പോൾ ഇത്രയും കാലമായിട്ടും ആരും ഒന്നും കണ്ടുപിടിച്ചില്ലല്ലോ. അപ്പോൾ ഓവർ കോൺഫിഡൻസ് ആയി അവർക്ക് പറ്റിയൊരു വീട് കിട്ടിയത് ആ സ്ഥലത്താണ്. കാരണം പേരിനൊരു ജോലി അവർക്ക് അടുത്തൊരു സ്ഥാപനത്തിലുണ്ട്. അപ്പോൾ ആരും സംശയിക്കില്ലല്ലോ. ഇതൊക്കെ കൊണ്ട് എല്ലാം സെറ്റപ്പ് ചെയ്ത് കുറച്ച് നാളായി ഒരു കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു. അപ്പോഴാണ് അമ്മാവൻ ചാടി വീണത്. അതോടുകൂടി ഭർത്താവിൻ്റെ മാന്യതയുടെ മുഖംമൂടി ആകെ അഴിഞ്ഞുപോയി. എല്ലാവരുടെ മുന്നിൽ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതേ കാര്യമുള്ളൂ. ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് പ്രശ്നമില്ലല്ലോ. ഭാര്യയ്ക്കൊക്കെ ആണെങ്കിൽ പിന്നെ മറ്റുള്ളവർ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ഭർത്താവ് കാല് പിടിച്ചപ്പോൾ ഞാൻ ഓർത്തു, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അനുസരിക്കാതെ ഞാനൊരു വശത്ത് ഒതുങ്ങി നിന്നു. പുള്ളിക്കാരൻ്റെ പണം കൊണ്ട് ലാവിശായി കഴിയുന്നു. ഈ സമയത്ത് ഭർത്താവിനെ രക്ഷിക്കാം. ഒരു പാലവിട്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണ്ടേ? ഏത് സ്ത്രീയാണെന്ന് ആർക്കറിയാം? പേര് മാത്രവും കഥയും മാത്രമേ എനിക്കറിയുള്ളൂ.
വീട്ടിൽ വലിയ വാഗ്വാദങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, എൻ്റെ ഭാര്യയെ വിളിച്ച് ചോദിക്ക്, അത് അവൾക്കറിയാമെന്നും. അങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടാണ്, എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്, ചെറുപ്പത്തിലെ വീട്ടുകാരെ ധിക്കരിച്ച് ഒരാളെ കല്യാണം കഴിച്ചു, അത് ഒളിച്ചോടി. പക്ഷേ ആ ദാമ്പത്യ ബന്ധം 1 വർഷം മാത്രമേ നിലനിന്നുള്ളൂ. ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോകുകയായിരുന്നു. അത് കഴിഞ്ഞ് അവൾ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുകയാണ്. വർഷങ്ങളായി അറിയാം. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ജോലി ഉള്ളത് കൊണ്ട് ഇവിടേക്ക് വീട് മാറിക്കഴിഞ്ഞപ്പോഴേക്കും അതെടുത്തു കൊടുക്കാൻ സഹായിച്ചതൊക്കെ ചേട്ടനാണ്. അതൊക്കെ എന്നോട് പറഞ്ഞതാണ്. ഞാനും കൂടി എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഭർത്താവ് മരിച്ചിട്ട് എത്രയോ കാലമായി, ഒരു കല്യാണം കഴിച്ച പോരായിരുന്നു, അത്രയ്ക്കും സുന്ദരിയല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രശ്നം ഏകദേശം പരിഹരിക്കപ്പെട്ടു. എങ്കിലും സൂക്ഷിച്ചും കണ്ടും നടക്കണം, കുടുംബത്തിന് പേരുദോഷമുണ്ടാക്കരുത്. എന്തുകൊണ്ടാണ് അവൾ നിന്റെ ഫ്രണ്ടായിട്ട് ഈ വീട്ടിലേക്ക് വരാത്തത്? നിങ്ങൾ തമ്മിൽ അങ്ങനെ സഹകരിക്കുന്നതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടേക്ക് അവളെ വിളിച്ചു വരുത്തണ്ടെന്ന് ഞാൻ കരുതിയതാണ്, അതുകൊണ്ടാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, അവരാരും ഇങ്ങോട്ട് വരാറില്ലല്ലോ, അതേപോലെ അവളും വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ന്യായീകരിച്ചു. ഒരു കണക്കിന് ആ പ്രശ്നം സോൾവായി. അന്ന് ഭർത്താവ് എന്നോട് പറഞ്ഞു, നീ ഇത്രയും എൻ്റെ കാര്യത്തിൽ സഹകരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, എന്തായാലും നിന്നോട് എനിക്ക് നന്ദിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നന്ദി? നിങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യ കാണിക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞതില്ലേ സേഫ് ആയിരിക്കണമെന്ന്. അതെന്ത് ചെയ്യാനാണ്? അവർക്കും ചില പിടിവാശികളൊക്കെ ഇല്ലേ? നമ്മളപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തെങ്കിലല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ പറ്റൂ എന്ന് ഹസ്ബൻഡും പറഞ്ഞു. പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്തായാലും അവരെ കാണാൻ നമുക്ക് നാളെ ഒന്ന് പോകാമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല, എനിക്കവരെ കാണേണ്ട യാതൊരു കാര്യമില്ല. അതല്ല, ഇപ്പോൾ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പോയി പരിചയപ്പെടുത്താം. അവർ നീ വിചാരിക്കുന്ന പോലെ രാക്ഷസിയൊന്നുമല്ല, ഒന്ന് കണ്ടു നോക്കൂ. ജസ്റ്റ് ഇങ്ങോട്ട് വരും. ഫ്രണ്ട്സാണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ ഓക്കെ ആയിരിക്കും. അവരെ സഹായിക്കാൻ വേണ്ടി ഞാൻ പോകുന്നു, അത് നിനക്കും അറിയാം. അപ്പോൾ പിന്നെ അമ്മാവനോ അമ്മായിക്കോ നാട്ടുകാർക്കോ ഒന്നും ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് നിർബന്ധിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഇത്രയൊക്കെ ആയില്ലേ, എത്രയോ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു, ഇതിനും കൂടെ പോയാൽ എന്താ കുഴപ്പം? ഒന്നുമില്ല. പിന്നെ അവരെങ്ങനെയുണ്ടെന്ന് കാണാം. എൻ്റെ ഭർത്താവിൻ്റെ അതേ സ്വഭാവമാണെങ്കിൽ അവർ ഒരു പ്രത്യേകതരം ജീവിതമായിരിക്കുമല്ലോ നയിക്കുന്നത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കാം, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ച് ഭർത്താവിൻ്റെ കൂടെ പിറ്റേ ദിവസം ഞാൻ അവിടെ പോയി. അവരെന്നെ ഹൃദ്യമായി സ്വീകരിച്ചു. അടിമുടി സുന്ദരിയാണ്, എന്നേക്കാൾ ഇളയതാണെന്നേ പറയൂ. ഭർത്താവ് എന്നെ അവിടെ വിട്ടിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയി. ഞാൻ അവരുമായി സംസാരിച്ചു. എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നതും ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പ്രേമിച്ച് ഒളിച്ചോടിപ്പോയി ജീവിക്കാൻ തുടങ്ങിയ ഭർത്താവിൻ്റെ കൂടെ എനിക്കും മിനിമം ലെവലിൽ മാത്രമേ ജീവിക്കാൻ പറ്റിയിരുന്നുള്ളൂ. അന്ന് എനിക്ക് ആഗ്രഹങ്ങളും ആശകളും ഒന്നുമില്ലായിരുന്നു. ആ ജീവിതം തന്നെ ഒരു സന്തോഷമായിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ജീവിക്കാൻ വേണ്ടി ഞാൻ വേറൊരു തലത്തിലേക്ക് പോയപ്പോഴാണ് വ്യത്യസ്തമായ പല കാര്യങ്ങളും കണ്ടറിഞ്ഞതും കൊണ്ടറിഞ്ഞതും. അങ്ങനെ പോകെയാണ് എനിക്ക് ഇൻട്രസ്റ്റ് കൂടിയത്. നിങ്ങളുടെ ഭർത്താവിൻ്റെ ലെവലിലേക്ക് ഞാൻ വന്നത് എൻ്റെ ഒത്തിരി അനുഭവങ്ങൾ കൊണ്ടാണ്. അനുഭവങ്ങൾ എന്നെ മടിപ്പിച്ചില്ല, ആവേശം കൂട്ടുകയാണ് ചെയ്തത്. പക്ഷേ നിങ്ങളുടെ ഭർത്താവ് അങ്ങനെയല്ല. അങ്ങേർക്ക് ഇതേപോലുള്ള സ്വഭാവങ്ങളൊക്കെ ഒത്തിരി മനസ്സിലുണ്ടായിരുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ മാത്രമായിരിക്കുമെന്ന് പുള്ളിക്കാരൻ കരുതി. ആദ്യത്തെ ദിവസം മുതൽ തന്നെ കൂടുതൽ പ്രവർത്തനം ആരംഭിച്ചു. നിങ്ങൾക്കാണെങ്കിൽ അതൊട്ട് ഇഷ്ടമായതുമില്ല. അങ്ങനെ പൊരുത്തപ്പെടാത്ത 2 ആൾക്കാരായിപ്പോയി. പിന്നെയാണ് പുള്ളി ഓരോ നിബന്ധനകൾ വെച്ചതും നിങ്ങൾ നിന്നകന്നതും നിങ്ങളെ വേറെ വിട്ടതും അയാളുടെ ഇഷ്ടത്തിന് നടന്നതും. എന്നിട്ടും അവിടുന്ന് പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു പാർട്ണറെ കിട്ടിയില്ല. ഇപ്പോഴാണ് പറഞ്ഞത് പുള്ളിക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്ന്. എന്ന് വെച്ചിട്ട് അങ്ങേരെ മാത്രം സന്തോഷിപ്പിച്ച് ജീവിക്കാമെന്ന് എനിക്കും ആഗ്രഹമില്ല. വ്യത്യസ്തതകൾ എനിക്കും വേണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അതേ രീതിയിലുള്ള ഇഷ്ടങ്ങളുള്ളത് എനിക്കാണ്. അതുകൊണ്ട് കൂടുതൽ പെർഫെക്റ്റ് ഞാനാണെന്നേ ഉള്ളൂ. എനിക്ക് ചെലവിന് തരുന്നത് കൊണ്ട് നിങ്ങളുടെ ഭർത്താവിനായിരിക്കും കൂടുതൽ പ്രാധാന്യം. അദ്ദേഹം വരുന്ന സമയത്ത് ഇവിടെ മറ്റാർക്കും പ്രവേശനമില്ല. അപ്പോൾ അല്ലാത്ത സമയത്തോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, അല്ലാത്ത സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള മറ്റാളുകളില്ലേ, അവരെ സ്വാഗതം ചെയ്യണ്ടേ? ഒന്നിൽ മാത്രം ഒതുക്കുന്നൊരു ടൈപ്പല്ല ഞാൻ. ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവും അങ്ങനെയല്ല. പിന്നെ ഞങ്ങൾ 2 പേരും കൂടി ഒരു കരാർ, അങ്ങനെ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് പിന്നെ ഇത് നിങ്ങളെ ബാധിക്കാനേ പോകുന്നില്ല. ഞാൻ എന്തായാലും നിങ്ങളുടെ ഭർത്താവിനെ തട്ടിയെടുക്കാനോ നിങ്ങളുടെ സ്വത്തുക്കൾ ആവശ്യപ്പെടാനോ ഒന്നും വരുന്നില്ല. എനിക്ക് ഇതേപോലൊരു ജീവിതത്തിൽ നല്ലൊരു കൂട്ട് കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. വേറെ ഇതിനകത്ത് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു കാര്യങ്ങളില്ലെന്ന് പറഞ്ഞു. ആ സംസാരമൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. അവർക്ക് നല്ല ബോധ്യമുണ്ട്.
ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിലും ചെറിയ കുഴപ്പങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഭർത്താവിനെ അതേപോലെ അംഗീകരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് വേറെന്തോ ആകുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അത് ശരിയാണ്. കാര്യം നിങ്ങൾക്ക് രണ്ടാമതൊന്നും അറിയില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒക്കെ മാറും. താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്താ? അല്ല, എനിക്കിഷ്ടം പോലെ ഫ്രണ്ട്സുണ്ട്. നമ്മൾ ഇനി ഫ്രണ്ട്സായിട്ട് പോകാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടിറങ്ങൂ. നിങ്ങളുടെ ഹസ്ബൻഡ് എന്തായാലും വൈകുന്നേരമല്ലേ ഫ്രീ ആകുകയുള്ളൂ. അദ്ദേഹത്തോട് പറയൂ. പറഞ്ഞിട്ട് വ്യത്യസ്തതകൾ ആസ്വദിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വരൂ. നമുക്ക് 2 പെണ്ണുങ്ങൾക്കും കൂടി ഇവിടെ ഇരുന്ന് സൊറ പറയാം. കൂട്ടത്തിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരും. നമുക്ക് എല്ലാവരുമായി ജോളിയായിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് റിസ്ക് ആണെന്ന്. റിസ്ക് ആണെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു വട്ടമെങ്കിലും രണ്ടാമതൊന്ന് അറിയണം. പിന്നെ ഇനി അങ്ങനൊരു കാര്യം പരീക്ഷിച്ചിട്ട് പഴയതുപോലെയാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ ഒരിക്കലും പിന്നെ നിങ്ങളെ ഞാൻ നിർബന്ധിക്കില്ല. എങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലും ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കണം. നിങ്ങളുടെ സ്വഭാവത്തിനും എന്താ കുഴപ്പമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഉത്തരം വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കും തോന്നി ശരിയാണെന്ന്. പിന്നീട് പുള്ളിക്കാരി പല സമയത്തും ഓരോ ഫോട്ടോകൾ അയച്ചു തന്നിട്ട് ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്, ഇന്ന് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒരു 10 തവണയോളം ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. പക്ഷേ 11ാമത്തെ തവണ റിപ്പീറ്റ് ചെയ്തപ്പോൾ എങ്കിൽ പോകാമെന്ന് എനിക്ക് തോന്നി. കാര്യം അവളുടെ കൂട്ടുകാരെല്ലാം അതീവ ഗ്ലാമറുള്ളവരാണ്. ഇടയ്ക്ക് 3-4 വട്ടം അവരെ ഞാൻ കാണാൻ പോയപ്പോൾ അവിടെ 2-3 പേരുണ്ടായിരുന്നു, അവരുടെ ഫ്രണ്ട്സ്. അവരുമായിട്ടൊക്കെ ഞാൻ കുറേ നേരം സംസാരിച്ചിരുന്നു. അതിൽ കംഫർട്ടബിളായി തോന്നിയ ഒരാളെയാണ് അവൾ ആ സമയത്ത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്കും തോന്നി ഒന്നും നിയന്ത്രിച്ച് നിർത്തിയിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു വഴിക്ക്, ഞാനൊരു വഴിക്ക്, എല്ലാം ഓരോ വഴിക്കാണ്. അപ്പോൾ ഒരു വഴി നോക്കുന്നതിൽ തെറ്റില്ല. കുട്ടിയെ പ്ലേ സ്കൂളിലാക്കിയിട്ട് ഞാൻ അവിടേക്ക് ചെന്നു. നേരത്തെ പരിചയമുള്ള ആളാണല്ലോ. അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത്, ഇന്നെങ്കിലും നിങ്ങൾ കടലിലേക്ക് ഇറങ്ങി ഒന്ന് മുങ്ങിക്കുളിക്കണമെന്ന്. അവരുടെ ആശീർവാദത്തോടു കൂടിയാണ് ഞാൻ കരകാണ കടലിൽ ഒന്ന് മുങ്ങിത്തപ്പിയത്. പക്ഷേ അയാൾ എന്നോട് പെരുമാറിയത് വളരെ സ്നേഹവായ്പോടു കൂടിയായിരുന്നു. ഇതാണ് ഞാൻ കാത്തിരുന്നതെന്ന് എനിക്ക് ആദ്യത്തെ നിമിഷം തന്നെ മനസ്സിലായി. വർഷങ്ങളായി ഞാൻ കാത്തിരുന്ന പുതുമഴ ഇതായിരുന്നു. എരിയുന്ന അഗ്നിപർവ്വതത്തിന് ഒരു ശമനമോ എന്ന് ഞാൻ ഓർത്തുപോയി. ഒരു നിമിഷം ഞാൻ എല്ലാം മറന്നുപോയി. 2 മണിക്കൂർ പോയത് 2 മിനിറ്റ് പോലെയാണെന്ന് എനിക്ക് തോന്നി. എത്ര പെട്ടെന്നാണ് ആഴക്കടലിൻ്റെ അടുത്തിട്ട് ഞാൻ കണ്ടത്. എത്ര മനോഹരം. ഭർത്താവിനും അതിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഒരു ദിവസം ഹസ്ബൻഡ് പറഞ്ഞു, നിനക്കിപ്പോൾ പ്രശ്നമില്ലല്ലോ, എങ്കിൽ ഞാൻ പിന്നെയും തുടങ്ങുകയാണ് നമ്മളുടെ പുതിയ ജീവിതം സമാന്തരമായി പോയിക്കോട്ടെ എന്ന്. പക്ഷേ അത് ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, പഴയതുപോലെ തന്നെ. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ പറഞ്ഞു, ഇനി ഒന്നും വേണ്ട, നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്നേഴ്സായിട്ട് പോകാമെന്ന്. ഇപ്പോൾ രസകരങ്ങളായ അനുഭവങ്ങൾ കൂടി ഞാൻ കടന്നു പോവുകയാണ്. ഭർത്താവിനേക്കാൾ മികച്ച ഫ്രണ്ട്സ് എനിക്കുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഒരു പക്ഷേ ഭർത്താവ് ആദ്യഘട്ടത്തിൽ എന്നോട് പെരുമാറിയ പോലെ പെരുമാറുന്നവരുമുണ്ട്. പക്ഷേ അതൊക്കെ എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും ഹസ്ബൻഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താണോ മാഡം, എനിക്കറിയില്ല. എങ്കിലും ജീവിതം സന്തോഷകരമാണ്. ഈ കഥ വായിക്കണേ മാഡം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വ്യത്യസ്തമായൊരു കഥാ പശ്ചാത്തലമാണ്. പക്ഷേ നിങ്ങൾക്ക് ആദ്യം പ്രണയമോ മറ്റോ പ്രതീക്ഷ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടായത് ഒരു കെയറിങ്ങുമില്ലാതെയുള്ള ഒരു പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവിനോടൊരു വെറുപ്പുണ്ട്. ആ വെറുപ്പ് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് മാറ്റാൻ പറ്റിയിട്ടില്ല, അനുഭവങ്ങളിൽ കൂടി കടന്നു പോയിട്ടും. അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമേ എന്താണ് ചെയ്യേണ്ടത്? ഒരു പൊരുത്തക്കേട് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഫാമിലി കൗൺസിലറെയോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ശാസ്ത്രീയമായി കൗൺസിലിങ്ങോ തെറാപ്പികളോ ചെയ്ത് അത് നേരെയാക്കി എടുക്കുന്നതിന് പകരം വളഞ്ഞ വഴിയിലൂടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ അത് എത്രയും എന്താ പറയുക, ഒരു രീതിയിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നില്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ അനുകൂലിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ ചെയ്തിരുന്നത് നിങ്ങളുടെ ഭർത്താവും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചികിത്സയായിരുന്നു ചെയ്തിരുന്നത്. ചികിത്സ എന്ന് പറയുമ്പോഴേക്കും മനഃശാസ്ത്ര ചികിത്സ. പക്ഷെ അത് ചെയ്തില്ല. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത്.